കരുവാറ്റയിൽ മുത്തച്ഛനെ കൊന്ന കേസിൽ ചോദ്യം ചെയ്യലിനിടെ പൊട്ടിക്കരഞ്ഞ് 13-കാരി. തന്റെ ജീവിത സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് പെൺകുട്ടി പൊട്ടിക്കരഞ്ഞത്. തീരെ ചെറുപ്പത്തിലെ അമ്മ തന്നെ ഉപേക്ഷിച്ചു പോയതും ആരും സ്നേഹിക്കാനില്ലാതിരുന്നതുമാണ് ഒടുവിൽ തന്നെ കൊലപാതകയാക്കിയതെന്ന് പെൺകുട്ടി പറയുന്നു. പെൺകുട്ടി ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപ് അമ്മ ബന്ധം വേർപെടുത്തി വിദേശത്ത് പോയെന്നും അവിടെ വെച്ച് പരിചയപ്പെട്ട ആളെ 2 വർഷം മുൻപ് വിവാഹം കഴിച്ചുവെന്നും പെൺകുട്ടി പറയുന്നു. അമ്മ ഇല്ലാത്തതിനാൽ തന്നെ ബന്ധുക്കളിൽ നിന്ന് അത്ര നല്ല അനുഭവമല്ല തനിക്കുണ്ടായതെന്നും പലവട്ടം വീട്ടിൽ നിന്ന് ഒളിച്ചോടിയെന്നും പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു. കൊല്ലം സ്വദേശിയായ അച്ഛന്റെ വീട്ടിലും അമ്മയുടെ മാതാപിതാക്കളുടെ പരവൂരിലുള്ള വീട്ടിലുമാണ് 7ാം ക്ലാസ് വരെ പെൺകുട്ടി താമസിച്ചത്. പുനർവിവാഹത്തോടെ അമ്മ താനുമായി പൂർണ്ണമായും അകന്നുവെന്നും കുട്ടി പറയുന്നു. വളരെ അടുത്ത ബന്ധുവിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റവും കുട്ടിയുടെ മാനസിക നിലയെ ബാധിച്ചുവെന്ന് പോലീസ് പറയുന്നു. കൊലപാതകത്തിന് ശേഷം പിടിയിലായ പെൺകുട്ടി കൂസലില്ലാതെയാണ് തുടക്കത്തിൽ പോലീസിന്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. മുത്തച്ഛൻ തന്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ടിരുന്നുവെന്നും ഫോൺ ഉപയോഗിക്കുന്നതടക്കം വിലക്കിയെന്നും പെൺകുട്ടി പറഞ്ഞു. കുടുംബത്തെക്കുറിച്ച് ചോദിച്ചതോടെ പൊട്ടിക്കരയുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ആൺസുഹൃത്തുക്കൾ കൂടുതലായി ഉണ്ടായതും വീട്ടിൽ വൈകി എത്തുന്നതും മുത്തച്ഛൻ ചോദ്യം ചെയ്തിരുന്നതും ഇത് വൈരാഗ്യത്തിനിടയാക്കിയെന്നും പെൺകുട്ടി പറഞ്ഞു. ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തച്ഛനെ കൊല്ലാനായിരുന്നു പെൺകുട്ടിയുടെ ആദ്യ ശ്രമം. എന്നാൽ 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് സിനിമ കണ്ടതോടെ തലയിൽ കല്ലിട്ട് കൊല്ലാമെന്ന് തീരുമാനിച്ചു. ഇതിനായി വീടിനടുത്ത് വലിയ കല്ലുണ്ടെന്ന് പെൺകുട്ടി ഉറപ്പാക്കി. കൊലപാതകം നടന്ന ദിവസം വീടിന്റെ ഓടിളക്കുകയും ചെയ്തു. പക്ഷേ മച്ച് കണ്ടതും ഈ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീടാണ് പ്ലാൻ ബി നടപ്പിലാക്കിയതെന്ന് പെൺകുട്ടി മൊഴി നൽകി. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്തതാണ്. ആദ്യഘട്ടത്തിൽ വിഷം നൽകി കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. പിന്നീട് വാഹനാപകടത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. തുടർന്ന് വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കി കൊലപ്പെടുത്താൻ പദ്ധതിയിടുകയായിരുന്നു. മകൾ പ്രസവത്തിനായി ആശുപത്രിയിൽ പോകുന്ന 4 ദിവസം ശിവൻകുട്ടി ഒറ്റയ്ക്കായിരിക്കുമെന്ന് കണക്ക് കൂട്ടിയാണ് ഇവർ കൊലപാതക ആസൂത്രണം നടത്തിയത്. ട്രെയിൻ വഴിയാണ് കാമുകനും സുഹൃത്തുക്കളും കൃത്യത്തിനെത്തിയത്. ഓരോ നിമിഷവും പെൺകുട്ടി ഫോണിൽ കൂടി നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. കൊലപാതകത്തിന് ശേഷം ഞായറാഴ്ച പുലർച്ചെ 7 കിലോമീറ്ററോളം അകലെയുള്ള ഹരിപ്പാട്ടത്തി KSRTC സ്റ്റാൻഡിനടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ആഘോഷപൂർവ്വം ഭക്ഷണം കഴിച്ചു. ആസൂത്രണം ചെയ്ത പോലെ കൃത്യം നടത്തിയതിന്റെ ആവേശത്തിലായിരുന്നു അവർ. CCTV ദൃശ്യങ്ങളിൽ നിന്നും കടയിലുണ്ടായിരുന്നവരുടെ മൊഴിയിൽ നിന്നുമാണ് പോലീസിന് ഈ വിവരം കിട്ടിയത്. ഒരിക്കലും പിടിക്കപ്പെടില്ലായിരുന്നു എന്നാണ് 13 വയസ്സുകാരിയുടെ വിശ്വാസം. അതിനാൽ കേസിൽ നിർണായകമായ മൊബൈൽ ഫോൺ രേഖകൾ മായ്ക്കാൻ ശ്രമിച്ചില്ല. പിടിയിലായവരുമായുള്ള ഫോൺ വിളികളും ചാറ്റുകളും അതുപോലെ ഫോണിലുണ്ടായിരുന്നു.